വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് ഒരു വെഡ്ഡിംഗ് ഡേ ഗിഫ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത് വെഡ്ഡിംഗ് ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന ബോട്ടിൽ ഒരു വെഡ്ഡിംഗ് ഡേ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഈസിയാണ്, പക്ഷെ ഒരു അല്പ ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സംശയങ്ങളൊക്കെ കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് നമുക്ക്, അപ്പോൾ അതിലൂടെയും മെസ്സേജ് അയക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കാം. തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലാണ്. നമ്മൾ ഫോട്ടോ ഒട്ടിക്കുന്നത് കൊണ്ട് ഇതുപോലത്തെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ബോട്ടിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയാവുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടിഷ്യൂ പേപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഗ്ലൂയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കാൻ നമ്മൾ വെയിലത്ത് വെച്ച്, അതായത് സൺലൈറ്റിൽ ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണങ്ങിക്കിട്ടും. ഇപ്പം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. വെറും അരമണിക്കൂർ കൊണ്ട് ഉണക്കി കിട്ടിയ ബോട്ടിലാണിത്. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ലേസർ പ്രിൻറ്റ് ഫോട്ടോസാണ്. അതല്ലെങ്കിൽ സാധാരണ നമ്മളുടെ ഫോട്ടോസ് എടുക്കുക, അതിനൊരല്പം കട്ടി കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് നമ്മൾ കുപ്പി ഏതാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ഫോട്ടോ എങ്ങനെയാണോ ഒട്ടിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. സൈസ് നോക്കി വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുക. ഒന്നുകിൽ ഗ്ലൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോഡ് പോജ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഉപയോഗിച്ച് ബ്രഷ് കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് നമ്മൾ കുപ്പിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോയുടെ ആ വൈറ്റ് പോർഷനൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മൾ അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ടെക്സ്ചർ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലൂവും കൂടെ ഉള്ളൊരു മിക്സ് ടെക്സ്ചറാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കത്തി കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടോ നമുക്ക് ഈ കുപ്പിയിൽ അപ്ലൈ ചെയ്യാം. ഇത് 1:1 എന്ന പ്രൊപ്പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ഒരു സ്പൂൺ ഗ്ലൂ എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ കുപ്പിയിൽ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇത് നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ കട്ടിയായി പോകും. ഇതുപോലെ ഫോട്ടോ ഒരു പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോയിലാകാതെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ 4 സൈഡിലും ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത് കൊടുത്ത് ഇതിപ്പോൾ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കണം എല്ലായിടത്തും. ഇപ്പോൾ കുപ്പി മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട്, അത് സൺലൈറ്റിൻ്റെ ചൂട് കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മിക്സ് നമുക്ക് ഉണങ്ങിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് ഈ കുപ്പി. ആ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈനാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ആക്രിലിക് ബ്രൗൺ കളറിലെ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു ബ്രഷ് കൊണ്ട് മൊത്തത്തിൽ നമ്മൾ കൊടുക്കണം.
ഈ പെയിൻറ്റ് ഉണങ്ങാനായിട്ട് നമ്മൾ ഫാനിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങിക്കിട്ടും, അതും ഡ്രൈ ആയി കിട്ടും. വെയിലത്ത് വെക്കേണ്ട, ഫാനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ചോ നമുക്ക് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ മെറ്റാലിക് കോപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. മെറ്റാലിക് കോപ്പർ, അത് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ മെറ്റാലിക് കോപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്യാണ്. ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് ഈ മെറ്റാലിക് കോപ്പർ കളറ് കൊടുക്കണം, കാരണം ഉള്ളുഭാഗത്തെല്ലാം ആകാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ഫാനിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിലാണ്. ഇനി വേണ്ടത് ഈ ഫോട്ടോയുടെ ചുറ്റിനായിട്ട് നമുക്കൊരു മെറ്റാലിക് ഗോൾഡൻ വെച്ചിട്ട്, അതായത് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നമുക്കൊന്ന് സൈഡൊന്ന് ഫ്രെയിം പോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും അത്. ഇനി വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്, അതായത് ക്ലേ. ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ മോൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 പാക്കറ്റ് ഉണ്ടാവും. ഈ 2 പാക്കറ്റിൽ നിന്ന് ഒരേപോലെ എടുക്കണം. ഒരേപോലെ എന്ന് വെച്ചാൽ 2ൽ നിന്നും ഒരേപോലെ കുറച്ച് കുറച്ചായിട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ടും. അത് ഒന്നുകിൽ പൗഡർ ഒരല്പം കയ്യിൽ പുരട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് 2 റിങ് ഉണ്ടാക്കിയെടുക്കണം. 2 റിങ് പോലെ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുകയാണെങ്കിൽ റിങ് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിതുപോലെ റിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 4 റിങ് എടുക്കണം. 2 എണ്ണം വെച്ചിട്ട് 4 റിങ്. ഒരല്പം ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം നമുക്കത്. ഇതേപോലെ 2ഉം കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ റിങ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി വന്ന മോൾഡിറ്റ് കൊണ്ട് നമുക്ക് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരല്പം എടുത്തിട്ട്, വളരെ ചെറിയ ബോൾ എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് തിന്നാക്കി എടുക്കണം. അതിന് റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നന്നായിട്ട് തിന്നാക്കിയതിന് ശേഷം ഇതുപോലെ തിന്നാക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ കുറച്ച് അല്പം പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. അപ്പോൾ അകത്തെ പെറ്റൽ, അതായത് റോസാപ്പൂക്കളുടെ ഉള്ളിലത്തെ പെറ്റലായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം ഇങ്ങനെ ചുരുട്ടി കഴിയുമ്പോൾ ബാക്കിയായി വരും. അത് തന്നെ വീണ്ടും കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പെറ്റലിൻ്റെ അരികത്തോട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഗ്ലൂ ഒന്നും ഉപയോഗിക്കേണ്ട. ഈ ക്ലേയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ വീണ്ടും ബാക്കി വരുന്ന ഈ ക്ലേ കൊണ്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് വീണ്ടും പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ചുരുട്ടി കൊടുക്കുമ്പോൾ ബാക്കി വരുന്ന താഴത്തേക്കുള്ള ഭാഗം ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ പ്രസ് ചെയ്ത് അത് എടുത്തിട്ട് വീണ്ടും ആ വരുന്ന ബാക്കി കൊണ്ട് തന്നെ നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റോസാപ്പൂക്കൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു മണിക്കൂറിനകം വെച്ച് തന്നെ നമ്മുടെ ക്ലേ ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് അക്രിലിക് റെഡ് കളറ് കൊടുക്കുക അതിന്. അപ്പോൾ നമ്മുടെ റോസാപ്പൂക്കൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇത് റിങ്ങിലേക്ക് നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ മെറ്റാലിക് ഗോൾഡും എടുത്തിട്ടുണ്ട്, മെറ്റാലിക് കോപ്പറും എടുത്തിട്ടുണ്ട്. ഇനി മെറ്റാലിക് കോപ്പർ ആദ്യം നമ്മൾക്ക് ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
നമ്മൾ മെറ്റാലിക് കോപ്പർ കളർ കൊടുത്തു കഴിഞ്ഞു റിങ്ങിന്. അത് 2 സൈഡിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഒരു 5 മിനിറ്റിനകം വെച്ചിട്ട് ഉണങ്ങിക്കിട്ടും. ഇനി വേണ്ടത് ഈ റോസാപ്പൂക്കൾ നമുക്ക് അതിനുള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് റോസാപ്പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൂ ഗണ്ണിന് പകരം ഫെവിക്വിക്ക് പോലത്തെ ഏതെങ്കിലും ഒരു നല്ല ഗ്ലൂ, ഫെവിക്കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടിയിരിക്കാൻ ചാൻസ് കുറവാണ്. അതിനുശേഷം നമുക്ക് ഈ മെറ്റാലിക് ഗോൾഡ് കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് റോസാപ്പൂക്കൾക്കും ആ റിങ്ങിനും ഒരേപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു പെറ്റൽസിന് ചെറുതായിട്ട് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായി കിട്ടുക. ഇപ്പോൾ ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഞാനിവിടെ ടിഷ്യൂവും ഗ്ലൂവും തന്നെ ഒട്ടിച്ചിട്ട് അക്രിലിക് ബ്രൗൺ കൊടുത്തു. അതിന് ശേഷം മെറ്റാലിക് കോപ്പർ കളർ ചെയ്ത് ഫിനിഷ് ചെയ്തു. അതിനുശേഷം കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കോർക്ക് എടുക്കുക. ഇത് 10 രൂപയുള്ളൂ ഈ കോർക്കിന്. അത് നമ്മൾ പ്രസ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം മെറ്റാലിക് ഗോൾഡ് കൊണ്ട് കളർ ചെയ്യുക. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുപ്പിയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ മെറ്റാലിക് കോപ്പർ കൊണ്ട് ഫിനിഷ് ചെയ്യണം, കളർ ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കുപ്പി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ഗിഫ്റ്റിനായിട്ട് കുപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെഡിങ് ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ആനിവേഴ്സറിക്ക് ആയിക്കോട്ടെ, അതുപോലെ വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഒരല്പസമയം ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.